ഈ ഒരു മെസ്സേജ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്നതാട്ടോ. സംഭവം ഇത്രയേ ഉള്ളൂ. ബാംഗ്ലൂരിൽ എങ്ങനെയാണ് നല്ലൊരു നഴ്സിംഗ് കോളേജ് കണ്ടെത്താം, ഏജൻസി വഴിയാണോ നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ടത്, ഡൊണേഷൻ എത്രയാവും, എനിക്ക് ഫീസ് എത്ര ആയി, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്താൽ ഭയങ്കര ഉപകാരമായി. ഞാൻ ബാംഗ്ലൂരിൽ ഈ ഒരു കോളേജിൽ എത്തിയതിന്റെ കഥ ഞാൻ പിന്നെ പറയാം. ഒരു ഏജൻസി വഴി അഡ്മിഷൻ എടുത്തിട്ട് കോളേജിൽ കയറുന്നതിനെ പറ്റിയിട്ട് ഞാൻ ഇപ്പൊ പറയാം. എന്റെ സ്വന്തം അഭിപ്രായത്തിൽ ഒരിക്കലും നമ്മൾ ഏജൻസി വഴി കയറുന്നത് ഭയങ്കര വിഡ്ഢിത്തരം അല്ലെങ്കിൽ മണ്ടത്തരായി പോകട്ടോ. അതിന് പകരം മാക്സിമം ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കസിൻസ് പഠിച്ചുകൊണ്ടിരുന്ന അങ്ങനെ കുറച്ച് കോളേജസ് ഉണ്ടാവില്ലേ നമുക്ക് അറിയുന്ന, അങ്ങനത്തെ കുറച്ച് കോളേജസിന്റെ ലിസ്റ്റ് എടുത്തതിന് ശേഷം അവിടേക്ക് ഡയറക്റ്റ് ആയിട്ട് പാരന്റ്സിനെയും കൂട്ടിയിട്ട് പോകും. അപ്പൊ അവിടെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അവരുടെ കോളേജിലത്തെ ആള് തന്നെ ഉണ്ട്. ഇത് കുറച്ചുകൂടെ നല്ല ഒരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറ്റേത് നമ്മൾ ഫോണിൽ കൂടെ വിളിച്ചു ചോദിച്ചു നോക്കും, അവർ വീഡിയോസ് അയച്ചിരും കോളേജ് ഇതാണെന്ന് പറയും. എന്നിട്ട് നമ്മൾ ഗൂഗിൾ പേ വഴി പേയ്മെന്റ് ഒക്കെ കൊടുക്കും. എന്നിട്ട് തിരിച്ച് ഹോസ്റ്റലിലോട്ടോ കോളേജിലോട്ടോ ബാംഗ്ലൂരിലോട്ടോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പറയുന്ന സംഭവേ ആയിരിക്കത്തില്ല അവിടെ. സോ ഇങ്ങനത്തെ കുറെ ചതിയിൽ പെട്ട കുറെ പേരെ എനിക്കറിയാം, പേഴ്സണലി നന്നായിട്ട് അറിയാം. സോ അങ്ങനത്തെ കാര്യത്തിലൊന്നും പെടാതെ ഡയറക്റ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം.